വെൽക്കം ടു ജാസ് നെറ്റ്വർക്ക്. ഇന്ന് ഒരു പുതിയ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആണ് സെൽ യൂണിറ്റ് ഓഫ് ലൈഫ്. സെൽ ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ കൊച്ചുനാളിലെ മുതൽ പഠിക്കുന്നതാണ്. സെൽ ഇസ് ദി ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ജീവന്റെ അടിസ്ഥാന ഘടകമാണ് സെൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് the body of all living organisms are made up of cells. എല്ലാ ലിവിങ് ഓർഗനിസത്തിന്റെയും ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ല് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ സെൽ ഈസ് ദി ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. സം ആർ കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ സെൽ ആൻഡ് ആർ നോൺ ആസ് unicellular organisms, and some other organisms are composed of many cells and they are multicellular organisms. So organisms are of two types based on the number of cells. ഒരു സെല്ല് മാത്രമുള്ളതിനെ യൂണിസെല്ലുലാർ ഓർഗനിസം എന്ന് പറയും. ഒന്നിലധികമുള്ളതിനെ മൾട്ടി സെല്ലുലാർ ഓർഗനിസം. Unicellular organisms are capable of independent existence and they perform all the essential functions of life. ഒരു യൂണിസെല്ലുലാർ ഓർഗനിസം ആണെങ്കിലും അതിന് ഒരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് മറ്റ് ജീവികൾ ചെയ്യുന്നത് പോലെ തന്നെയുള്ള എല്ലാ ഫങ്ഷൻസും ആ ഒരു സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകകോശ ജീവികൾ എന്ന് പറയുന്നത് മറ്റതിൽ നിന്ന് വ്യത്യാസമില്ല. അവരും അനേകം സെല്ലുള്ളവരെ പോലെ മൾട്ടി സെല്ലുലാർ ഓർഗനിസത്തെ പോലെ തന്നെ എല്ലാ ബോഡി ഫങ്ഷൻസും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരൊരു ഇൻഡിപെൻഡന്റ് ലൈഫ് അവർക്കുണ്ട്. ബട്ട് എനിത്തിങ് ലെസ് ദാൻ എ സെൽ ഡസ് നോട്ട് എൻഷുർ എൻ ഇൻഡിപെൻഡന്റ് ലൈഫ്. സെല്ലൊഴികെ മറ്റൊന്നിനും തന്നെ, അല്ലെങ്കിൽ സെല്ലിനേക്കാൾ കുറഞ്ഞ മറ്റൊന്നിനും തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് ഇല്ല. വൈറസ്, വൈറോയിഡ് ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവർക്ക് ആർക്കും തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് ഇല്ല. അവർക്ക് സ്വന്തമായിട്ടൊരു ലൈഫ് ഇല്ല. അവർക്ക് ലൈഫ് വരുന്നത് എപ്പോഴാണ്? വേറെ ഒരു സെല്ലിനകത്ത് കടന്നുകൂടി കഴിയുമ്പോൾ, അപ്പൊ വേറൊരു സെല്ലിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ മാത്രമാണ് അവർക്ക് ലൈഫ് അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകുന്നത്. അതുവരെ അവര് നോൺ ലിവിങ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സെല്ലിനേക്കാൾ കുറഞ്ഞ മറ്റൊന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സെൽ ഈസ് ദി fundamental structural and functional unit of all living organisms എന്ന് പറയുന്നത്. A living cell was first discovered by Anton von Leeuwenhoek. ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ചത് ആന്റൺ വോൺ ലീവൻഹോക്ക്. The nucleus was discovered by Robert Brown. അപ്പൊ സെല്ല് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആന്റൺ വോൺ ലീവൻഹോക്ക്. In 1838, a German botanist Schleiden observed that all the plants are composed of different kinds of cells. ഷ്ലീഡൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് 1838 കണ്ടുപിടിച്ചതാണ് എല്ലാ പ്ലാന്റ്സും, ഓൾ ദ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെൽസ്. പലതരത്തിലുള്ള സെല്ലുകൾ കൊണ്ടാണ് എല്ലാ പ്ലാന്റ്സും ഉണ്ടായിട്ടുള്ളത് എന്ന് ഒരു ഷ്ലീഡൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, ഒരു ബൊട്ടാണിസ്റ്റ് കണ്ടുപിടിച്ചെടുത്തു. മനസ്സിലായോ? ഇനി അതുപോലെ 1839 വേറൊരു സയന്റിസ്റ്റ് ഷ്വാൻ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ആണ്. അദ്ദേഹം കണ്ടുപിടിച്ചു ഓൾ ദ സെൽസ് ഹാവ് എ തിൻ ഔട്ടർ ലെയർ. എല്ലാ സെല്ലിനും ഒരു തിന്നായിട്ടുള്ള ഔട്ടർ ലെയർ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ആ ഔട്ടർ ലെയർ ഏതാണ്? പ്ലാസ്മ മെംബ്രെയിൻ. അദ്ദേഹം അന്ന് അതിന് പേരൊന്നും ഇട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു എല്ലാ സെല്ലിന്റെയും പുറമെയായിട്ട് ഒരു തിൻ ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ടായിരിക്കും എന്ന് കണ്ടുപിടിച്ചത് ഷ്വാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. മാത്രമല്ല അദ്ദേഹം കണ്ടുപിടിച്ചു പ്ലാന്റ് സെല്ലിന്റെ പുറത്ത് സെൽ വോൾ എന്ന് പറയുന്ന ഒരു ലെയർ കൂടി ഉണ്ട് എന്നും അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചു. ഈ രണ്ട് സയന്റിസ്റ്റ്, ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ, ടുഗദർ ഫോർമുലേറ്റഡ് സെൽ തിയറി. സെൽ തിയറി കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദ്യം വരാം. സെൽ തിയറി ഫോർമുലേറ്റഡ് ബൈ ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ. ഇവര് രണ്ടുപേരും ചേർന്നിട്ടാണ് സെൽ തിയറി കണ്ടുപിടിച്ചത്. ഇനി വാട്ട് ആർ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് സെൽ തിയറി? സെൽ തിയറി എന്താണ്? എന്ത് തത്വമാണ് അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? സെൽ തിയറി പറയുന്നത്, ഒന്ന്, all
living organisms are composed of cells. എല്ലാ ലിവിങ് ഓർഗനിസവും ഉണ്ടായിരിക്കുന്നത് സെല്ല് കൊണ്ടാണ്. അതാണ് സെൽ തിയറിയുടെ ആദ്യത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത്, all cells are arising from pre-existing cells. നേരത്തെ ഉള്ള സെല്ലിൽ നിന്നാണ് പുതിയ സെല്ല് ഉണ്ടായി വരുന്നത്. അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയ കോശങ്ങൾ ഇങ്ങനെ ഉണ്ടായി വരുന്നത്. അപ്പോൾ all the cells arise from pre-existing cells. ഇതാണ് സെൽ തിയറി എന്ന് പറയുന്നത്. All cells have an outer boundary called cell membrane or plasma membrane. അപ്പോൾ ഏത് സെല്ലായാലും ഒരു സെല്ലിന് ഒരു ഔട്ടർ ബൗണ്ടറി, ഒരു മെംബ്രെയിൻ കൊണ്ട് അതിനെ പൊതിഞ്ഞിട്ടുണ്ട്. അതിനെയാണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയും. In addition to this, in plant cells there is another boundary. ഇത് കൂടാതെ പ്ലാന്റ് സെല്ലിലാണെങ്കിൽ ഒരു ബൗണ്ടറി, ഇതിന്റെ പുറമെ ആയിട്ട് ഒരു മെംബ്രെയിൻ കൂടി കാണും. അതിന് നമ്മൾ എന്തെന്ന് പറയും? സെൽ വോൾ എന്ന് പറയും. അപ്പോൾ എല്ലാ സെല്ലിനും സെൽ മെംബ്രെയിൻ ഉണ്ട്. ഇൻ അഡീഷൻ ടു ദിസ് പ്ലാന്റ് സെൽസ് ഹാവ് സെൽ വോൾ. അപ്പോൾ പ്ലാന്റ് സെല്ലിന് അഡീഷണൽ ആയിട്ട് സെൽ വോൾ പ്രസന്റ് ആയിരിക്കും. ഇനി സെല്ലിനകത്ത്, ഇൻസൈഡ് ദ സെൽ there is a semi fluid known as സൈറ്റോപ്ലാസം. അപ്പൊ എല്ലാ ലിവിങ് സെല്ലിലും ഇതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്. ഇതിനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇനി എല്ലാ സെല്ലിലും there is chromosome. In the cytoplasm there is chromosome. ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താണ്? ജെനറ്റിക് മെറ്റീരിയൽ ബൈൻഡ് വിത്ത് പ്രോട്ടീൻസ്. ജെനറ്റിക് മെറ്റീരിയൽ ഏതാണ്? DNA. അപ്പോൾ DNAയും പ്രോട്ടീനും കൂടി ചേർന്നിട്ടുള്ള ഒരു ലോങ് സ്ട്രക്ചർ എല്ലാ സെല്ലിലും തന്നെ ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ഏസ് ക്രോമസോം. സെല്ലിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. എല്ലാ സെല്ലിലും ക്രോമസോം ഉണ്ട് കേട്ടോ. ക്രോമസോം ഇല്ലാത്ത സെല്ലൊന്നുമില്ല. ഇനി സെല്ലില് കുറെ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ്, മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സ് സെല്ലിൽ കാണും. അങ്ങനെയുള്ള മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് എല്ലാത്തിനും കൂടി ഒരു പേര് പറയും, ഓർഗനൽസ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം കേട്ടോ. ഓർഗനൽസ് എന്ന് പറയും. എന്താണ് ഓർഗനൽസ് എന്ന് പറയുന്നത്? മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് പ്രസന്റ് ഇൻ ദി സൈറ്റോപ്ലാസം ഓഫ് എ സെൽ. ഒരു സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള എല്ലാ സ്ട്രക്ചേഴ്സിനെയും ഓർഗനൽസ് എന്ന് പറയും. ഏതാണ് ഓർഗനൽസ് എന്ന് പറയുന്നത്? മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, വാക്യൂൾ, ഇതെല്ലാം തന്നെ ഓർഗനൽസ് ആണ്. ന്യൂക്ലിയസ് ഇസ് അനദർ ഓർഗനൽ. ഇനി ഇത് കൂടാതെ സൈറ്റോപ്ലാസത്തിൽ നോൺ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ട്. മെംബ്രെയിൻ കൊണ്ട് പൊതിയാത്ത ഒരുപാട് സംഗതികളുണ്ട്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഗ്ലൈക്കോജൻ, ഗ്ലൂക്കോസ്, ഷുഗർ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേറെയുമുണ്ട്. ഇതിനെ മെംബ്രെയിൻ ബൗണ്ട് അല്ലാത്ത സ്ട്രക്ചേഴ്സ്, നോൺ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് ആർ നോൺ ഏസ് ഇൻക്ലൂഷൻസ്. സെൽ ഇൻക്ലൂഷൻസ് എന്ന് പറയും. ഇത് ഇൻക്ലൂഷൻസ് മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഓർഗനൽസ് എന്ന് പറയും. മനസ്സിലായോ? There are two types of cells. Cells are of two types. Eukaryotic cell and prokaryotic cell. In eukaryotic cell, the chromosomes are bounded by a membrane. അപ്പോൾ എല്ലാ സെല്ലിലും ക്രോമസോം ഉണ്ടെന്ന് പറഞ്ഞു. ആ ക്രോമസോമിനെ പൊതിഞ്ഞ ഒരു മെംബ്രെയിൻ ഉണ്ടെങ്കിൽ, ക്രോമസോം വെറുതെ സൈറ്റോപ്ലാസത്തിലല്ല കിടക്കുന്നത്, അതിനെ ചുറ്റി ഒരു മെംബ്രെയിൻ ഉണ്ടെങ്കിൽ അതാണ് യൂക്കാരിയോട്ടിക് സെൽ. അപ്പൊ ഒരു മെംബ്രെയിൻ ഇതിനെ ചുറ്റി വരുന്നു. ഇങ്ങനെ ഒരു മെംബ്രെയിൻ ഇതിനെ ചുറ്റി വരുമ്പോ ഇതിന് നമ്മൾ വേറൊരു പേര് വിളിക്കും, മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഓർഗനൽസ്. അപ്പൊ ഇതും ഒരു ഓർഗനൽ ആയിട്ട് മാറി. ഏതാണ് ആ ഓർഗനൽ? ക്രോമസോം കിടക്കുന്ന ഓർഗനൽ. ഏതാണത്? നമ്മൾ പഠിച്ചു വന്നതല്ലേ. ഏതാണ് ക്രോമസോം കിടക്കുന്ന ഓർഗനൽ എന്ന് പറയുന്നത്? ന്യൂക്ലിയസ്. മനസ്സിലായോ? അപ്പൊ ന്യൂക്ലിയസ് ഉള്ള ഓർഗനിസം, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള, ഒരു ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള സെല്ലിനെയാണ്
യൂകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. അപ്പൊ ക്രോമസോം ഒരു ന്യൂക്ലിയസിനകത്താണ് സാധാരണ ക്രോമസോം കാണുന്നത്. എല്ലാ സെല്ലിലും ക്രോമസോം ഉണ്ടെന്ന് പറഞ്ഞു. ആ ക്രോമസോമിനെ പൊതിഞ്ഞ് ഒരു ബൗണ്ടറി ഉണ്ടെങ്കിൽ, ഒരു മെംബ്രെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. അപ്പൊ അതിനകത്ത് ന്യൂക്ലിയസിനകത്തും കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്, അതിനെ ന്യൂക്ലിയോപ്ലാസം. ആ ഫ്ലൂയിഡിനെ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ആ സെല്ലിനെ എന്ത് പേര് വിളിക്കും? യൂകാരിയോട്ടിക് സെൽ എന്ന് പറയും. ഇനി മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ക്രോമസോം ഇല്ലെങ്കിലോ? ഇപ്പോ ഞാൻ ആദ്യം വരച്ചതുപോലെ വെറുതെ ക്രോമസോം മാത്രം, ചിലപ്പോ ചില സെല്ലില് ഇതുപോലെ സൈറ്റോപ്ലാസത്തിൽ ക്രോമസോം മാത്രം ഇങ്ങനെ ഇരിക്കുന്നു, ഒരു ക്രോമസോം കിടക്കുന്നു, അതിനെ ചുറ്റി ഒരു മെംബ്രെയിൻ ഇല്ല. അപ്പൊ അതിനെ നമുക്ക് ന്യൂക്ലിയസ് എന്ന് വിളിക്കാമോ? മെംബ്രെയിൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലിനെ പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ രണ്ടു തരം സെല്ല് മനസ്സിലായല്ലോ. യൂകാരിയോട്ടിക് സെൽ, പ്രോകാരിയോട്ടിക് സെൽ. ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഉള്ള സെല്ലിനെ കാരിയോട്ടിക് സെൽ എന്ന് പറയും. അങ്ങനെ ഒരു മെംബ്രെയിൻ ബൗണ്ട് ക്രോമസോം ഇല്ലെങ്കിൽ അതിനെ പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയും. In eukaryotic cell, all the organelles are present. മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഓർഗനൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഓർഗനലും എന്ന് പറഞ്ഞാൽ ഗോൾഗി ബോഡീസ്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോംസ്, റൈബോസോംസ്, ഇങ്ങനെയുള്ള എല്ലാ ഓർഗനൽസും ഇതിനകത്ത് പ്രസന്റ് ആയിരിക്കും. ബട്ട് പ്രോകാരിയോട്ടിക്, all the organelles are absent except ribosomes. റൈബോസോം ഒഴിച്ച് ബാക്കി എല്ലാ ഓർഗനലും ആബ്സെന്റ് ആണ് പ്രോകാരിയോട്ടിക് സെല്ലിൽ. മനസ്സിലായോ? ഇപ്പൊ പ്രോകാരിയോട്ടിക് സെല്ലില് ഓർഗനൽസ് ആബ്സെന്റ് ആണ്, യൂകാരിയോട്ടിക് സെല്ലില് എല്ലാ ഓർഗനൽസും പ്രസന്റ് ആയിരിക്കും. അപ്പോ സെൽസ് രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രോകാരിയോട്ടിക്, യൂകാരിയോട്ടിക്. യൂകാരിയോട്ടിക്കിലാണെങ്കിൽ ഒരു മെംബ്രെയിൻ ബൗണ്ട് ക്രോമസോം പ്രസന്റ് ആയിരിക്കും, ദാറ്റ് ഈസ് നോൺ ഈസ് ന്യൂക്ലിയസ്. ആ ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഈസ് ആബ്സെന്റ് ഇൻ പ്രോകാരിയോട്ടിക് സെൽ. In eukaryotic cell, all the organelles are present, but in prokaryotic cell, organelles absent except ribosome. Ribosome ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ ആബ്സെന്റ് ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഓർഗനൽസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്, റൈബോസോം. റൈബോസോം എന്ന് പറയുന്നതിനെ നമ്മൾ ഓർഗനൽ എന്നാണ് വിളിക്കുന്നത്, ബട്ട് അതിന് പൊതിഞ്ഞ് ഒരു മെംബ്രെയിൻ ഇല്ല. അപ്പോൾ അതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. an organelle but it is not bounded by a membrane. റൈബോസോമിന് ഒരു മെംബ്രെയിൻ ഇല്ല, എന്നാലും നമ്മൾ അതിനെ ഒരു ഓർഗനലിന്റെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഫങ്ഷൻ, അത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനലാണ്, അതുകൊണ്ടാണ് അതിനെ ഓർഗനലിന്റെ ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഒരു ബൗണ്ടറി ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു മെംബ്രെയിൻ ഇല്ലാത്ത ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ് റൈബോസോം എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന് വളരെ അധികം പ്രാധാന്യമുള്ള ഒരു ഓർഗനലാണ് റൈബോസോം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ബോത്ത് യൂകാരിയോട്ടിക് ആൻഡ് പ്രോകാരിയോട്ടിക്. ഇപ്പോൾ പ്രോകാരിയോട്ടിക്കില് സാധാരണഗതിയിൽ ഓർഗനൽസ് ആബ്സെന്റ് ആണ്, ബട്ട് ദിസ് റൈബോസോം ഈസ് പ്രസന്റ് ഇൻ പ്രോകാരിയോട്ടിക് സെൽ. അപ്പോൾ ഈ റൈബോസോമിന് വേറെയും ഇമ്പോർട്ടൻസ് ഉണ്ട്. റൈബോസോം ഈസ് പ്രസന്റ് ഇൻ either cytoplasm or in two organelles. സൈറ്റോപ്ലാസത്തിൽ മാത്രമല്ല അത് കാണുന്നത്, വേറെ രണ്ട് ഓർഗനൽസിനകത്തും കാണുന്നു. ഓർഗനൽ എന്താണെന്നറിയാലോ? ഇതിനകത്തൊക്കെ ഉള്ള ഓരോരോ സാധനങ്ങൾ, മൈറ്റോകോൺട്രിയ ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, വാക്യൂൾ ഉണ്ട്, റൈബോസോം ഉണ്ട്, ലൈസോസോം ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ സൈറ്റോപ്ലാസത്തിലുണ്ട്. ഇതിനെയൊക്കെയാണ് നമ്മൾ ഓർഗനൽ എന്ന് വിളിക്കുന്നത്. അതില് ഒരു ഓർഗനൽ റൈബോസോം എന്ന് പറയുന്ന ഈ ഓർഗനൽ സൈറ്റോപ്ലാസത്തിൽ മാത്രമല്ല വേറെ രണ്ട് ഓർഗനൽസിൽ കൂടി കാണപ്പെടുന്നു. അതേതൊക്കെയാണ് ആ ഓർഗനൽ? ഒന്ന് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ അകത്ത്
മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു ഓർഗനൽ, അതിന്റെ അകത്ത് റൈബോസോം കാണും. റൈബോസോം സൈറ്റോപ്ലാസത്തിലും കാണും, മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ കാണും, അതുപോലെ ക്ലോറോപ്ലാസ്റ്റിനകത്തും കാണും. മനസ്സിലായോ? അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൽ ഉണ്ട്, അതിനകത്തും റൈബോസോംസ് ഉണ്ടാകും. അപ്പൊ റൈബോസോംസ് സൈറ്റോപ്ലാസ്റ്റിൽ മാത്രമല്ല മൈറ്റോകോൺട്രിയയിലും അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റിലും കാണുന്നു. പക്ഷെ ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ, ആനിമൽ സെല്ലിലില്ല. മൈറ്റോകോൺട്രിയ ആണെങ്കിൽ ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും ഉണ്ട്. ക്ലിയർ ആയോ? ഇനി ഇത് കൂടാതെ റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പുറത്ത്, അതിനകത്തല്ല, അകത്തുള്ളത് ഈ രണ്ടെണ്ണമാണ്. അപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് വേറൊരു മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിന്റെ പുറത്തായിട്ട് ചില എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പുറത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തും റൈബോസോമിനെ കാണാറുണ്ട്. റൈബോസോം ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൽ ആണ്. പരീക്ഷക്കൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓർത്തു വെച്ചോണം. ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ, മെംബ്രെയിൻ കൊണ്ട് പൊതിയാത്ത ഒരു ഓർഗനൽ ആണ് റൈബോസോം എന്ന് പറയുന്നത്. അതിന് വേറെയും പ്രത്യേകതയുണ്ട്, അത് പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും ഉണ്ട്, അതുപോലെ തന്നെ യൂകാരിയോട്ടിക് സെല്ലിലും പ്രോകാരിയോട്ടിക് സെല്ലിലും കാണപ്പെടുന്നു. ഇനി റൈബോസോം പോലെ തന്നെ വേറൊരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ കൂടിയുണ്ട്, സെൻട്രിയോൾ. പക്ഷെ ഇതിന്റെ പ്രത്യേകത, സെൻട്രിയോൾ ഈസ് പ്രസന്റ് ഓൺലി ഇൻ ആനിമൽ സെൽ, ആനിമൽ സെല്ലിൽ മാത്രമേ ഉള്ളൂ. റൈബോസോം എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും ഉണ്ടായിരുന്നു. ബട്ട് സെൻട്രിയോൾ ഈസ് പ്രസന്റ് ഓൺലി ഇൻ ആനിമൽ സെൽ. സെൽസ് ഡിഫർ ഇൻ സൈസ്, ഷേപ്പ് ആൻഡ് ആക്ടിവിറ്റീസ്. സെല്ലുകളെല്ലാം തന്നെ പലതരത്തിലുള്ളതാണ്. അതിന്റെ ഷേപ്പിന് വ്യത്യാസം ഉണ്ടായിരിക്കും, അതിന്റെ സൈസിന് വ്യത്യാസം ഉണ്ടായിരിക്കും, അതിന്റെ ആക്ടിവിറ്റീസ്, അത് ചെയ്യുന്ന ഫങ്ഷൻസ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഒരുപാട് തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സെല്ലുകളുണ്ട്. ദ സ്മോളസ്റ്റ് ലിവിങ് സെൽ ഏതാണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. സ്മോളസ്റ്റ് ലിവിങ് സെൽ ഏതാണ്? മൈക്കോപ്ലാസ്മ. ബാക്ടീരിയയേക്കാൾ ചെറുതാണ് മൈക്കോപ്ലാസ്മ, നോട്ട് മൈക്രോ, മൈക്കോപ്ലാസ്മ. ഇതിന് പണ്ട് വേറൊരു പേര് പറഞ്ഞിരുന്നു, PPLO. PPLO എന്ന് പറയുന്നത് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗനിസം, ഇങ്ങനെയും പറയും. പ്ലൂറോ ന്യൂമോണിയ, ന്യൂമോണിയ എന്ന് എഴുതുമ്പോൾ പി സൈലന്റ് ആണ് കേട്ടോ. ന്യൂമോണിയ ലൈക്ക് ഓർഗനിസം, PPLO, അങ്ങനെയും പറയും. അപ്പൊ മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ PPLO ഈസ് ദി സ്മോളസ്റ്റ് ലിവിങ് ഓർഗനിസം. പിന്നെ ലാർജസ്റ്റ് സെൽ ഏതാണ്? ഇതിന് നമ്മളൊരു ഓർഗനിസം എന്ന് പറഞ്ഞു, ഇതൊരു സെല്ലുമാണ്. എന്തുകൊണ്ടാണ്? ഇത് ഒരു യൂണിസെല്ലുലാർ ഓർഗനിസം ആണ്, ഒറ്റ സെല്ല് മാത്രമുള്ള ഒരു ഓർഗനിസം ആയതുകൊണ്ട് സ്മോളസ്റ്റ് സെൽ എന്നും പറയാം, അല്ലെങ്കിൽ ഒരു സ്മോളസ്റ്റ് ലിവിങ് ഓർഗനിസം എന്നും പറയാം. മനസ്സിലായോ? കാരണം യൂണിസെല്ലുലാർ ഓർഗനിസം ആണ്. ഇനി ഒരു ലാർജസ്റ്റ് സെല്ല്, ഏറ്റവും വലിയ സെൽ ഏതാണെന്ന് അറിയാമോ? ലാർജസ്റ്റ് സെൽ എഗ് ഓഫ് ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷി, ഒട്ടകപ്പക്ഷിയുടെ എഗ്. എഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിംഗിൾ സെല്ലാണ്, ഏത് എഗ് ആണെങ്കിലും. അപ്പോൾ ഒട്ടകപ്പക്ഷിയുടെ എഗ് ആണ് ഏറ്റവും വലിയ സെല്ല്. ലാർജസ്റ്റ് സെൽ എന്ന് പറയുന്നത് എഗ് ഓഫ് ഓസ്ട്രിച്ച്. ഇനി ലോങ്ങസ്റ്റ് സെൽ ഏതാണ്? ലോങ്ങസ്റ്റ് സെൽ, ഏറ്റവും നീളമുള്ള സെൽ ഏതാണെന്ന് ചോദിച്ചാൽ നെർവസ് സെൽ. നെർവിലുള്ള സെല്ലാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സെല്ല്. അപ്പൊ സ്മോളസ്റ്റ് സെല്ല് മൈക്കോപ്ലാസ്മ ഓർ PPLO, ലാർജസ്റ്റ് സെല്ല് എഗ് ഓഫ് ഓസ്ട്രിച്ച്, ലോങ്ങസ്റ്റ് സെല്ല് നീളമുള്ള സെല്ല് നെർവസ് സെൽ. നമുക്ക് പ്രോകാരിയോട്ടിക് സെല്ലിനെ കുറിച്ച് പഠിക്കാം. പ്രോകാരിയോട്ടിക് സെല്ലില് ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. പ്രോകാരിയോട്ടിക് സെല്ലില് ഓർഗനൽസ് ആബ്സെന്റ് ആണ് എക്സെപ്റ്റ് റൈബോസോം. റൈബോസോം മാത്രമാണ് അതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി ഇതിനകത്ത് പ്രോകാരിയോട്ടിക്, ഇതിനകത്ത് വരുന്ന ഓർഗനിസം ഏതൊക്കെയാണ്? ഇതിനകത്ത് വരുന്നത് മെയിനായിട്ട് ബാക്ടീരിയ. പ്രോകാരിയോട്ടിക് സെല്ലിൽ അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് സെല്ല് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് ബാക്ടീരിയ ഉണ്ട്. ബ്ലൂ ഗ്രീൻ ആൽഗേ, ബ്ലൂ ഗ്രീൻ ആൽഗേ എന്ന് നിങ്ങളുടെ ബുക്കിൽ ചിലപ്പോൾ കാണും. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ബ്ലൂ ഗ്രീൻ ആൽഗേ പഴയ ക്ലാസിഫിക്കേഷൻ ആണ്. ഇപ്പൊ അതിന് പുതിയ പേരിലാണ് നിങ്ങൾ പഠിച്ചത്. ഏതായിരുന്നു? സയനോ ബാക്ടീരിയ. അപ്പൊ ബാക്ടീരിയ ഉണ്ട്, സയനോ ബാക്ടീരിയ ഉണ്ട്,
മൈക്കോപ്ലാസ്മ. ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്മോളസ്റ്റ് ലിവിങ് സെൽ. അപ്പൊ മൈക്കോപ്ലാസ്മ ഇതെല്ലാം തന്നെ പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണ്. മനസ്സിലായോ? അപ്പൊ അതിലൊന്നിനും ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് ഇല്ല. ഇനി അതിന്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ സൈസ് വേരി ചെയ്യുന്നു, ഷേപ്പും വേരി ചെയ്യുന്നു. ബാക്ടീരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. there are 4 different type of bacteria. ഷേപ്പ് അനുസരിച്ച് ബാക്ടീരിയകളെ 4ആയി തിരിച്ചിരിക്കുന്നു. ബാസില്ലസ്, കോക്കസ്, വിബ്രിയോ, സ്പൈറില്ലം. അതുപോലെ ഡിഫറെന്റ് ടൈപ്പിലുള്ള സെല്ലുകളുണ്ട്. Prokaryotic cells have a cell wall in addition to cell membrane. Cell membrane കൂടാതെ എല്ലാ prokaryotic സെല്ലിലും ഒരു സെൽ വോൾ ഉണ്ടായിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഏതായിരുന്നു സെൽ വോൾ ഉണ്ടായിരുന്നത്? പ്ലാന്റ് സെല്ലിലാണ് അല്ലേ? അപ്പോ ഇതിനകത്തും ഈ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള ഈ പറഞ്ഞ മെമ്പേഴ്സിൽ എല്ലാത്തിലും സെൽ വോൾ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ പണ്ട് പ്ലാന്റ് കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നിങ്ങൾ പുതിയ ക്ലാസിഫിക്കേഷൻ 5 കിങ്ഡം വന്നപ്പോഴാണ് അത് കിങ്ഡം മൊണേറയിലേക്ക് വന്നത്. അതിനു മുമ്പ് എവിടെയായിരുന്നു? പ്ലാന്റ് കിങ്ഡത്തിലായിരുന്നു. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സെൽ വോൾ. അപ്പൊ ഇതിനെല്ലാത്തിനും സെൽ വോൾ പ്രസന്റ് ആണ്. പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ എൻവലപ്പ്, അതിനൊരു കോംപ്ലക്സ് എൻവലപ്പ് ആണുള്ളത്. എൻവലപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കവർ അല്ലെ? അപ്പൊ സാധാരണ ഒരു സെല്ലിനെ ഏറ്റവും പുറമേ ഉള്ളത് സെൽ മെംബ്രെയിൻ ആയിരിക്കും. പ്രോകാരിയോട്ടിക് സെല്ലിന് സെൽ മെംബ്രെയിനെ കൂടാതെ എന്തുണ്ട്? സെൽ വോൾ ഉണ്ട് അല്ലെ? സെൽ വോൾ ഉണ്ട്. ഇനി ഇതും കൂടാതെ പ്രോകാരിയോട്ടിക് സെല്ലിന് ഒരു അഡീഷണൽ ഒരു ലെയർ കൂടി ഉണ്ടായിരിക്കും. അതിനെ ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയും. അപ്പൊ ഇതിന്റെയും പുറമേ ആയിട്ട് ഒരു ലെയർ കൂടി പ്രോകാരിയോട്ടിക് സെല്ലിന് വരുന്നു. ഇതിനെ ഗ്ലൈക്കോകാലിക്സ്. മനസ്സിലായോ? അപ്പോൾ ഇതിന്റെ എൻവലപ്പ്, ഒരു ബാക്ടീരിയൽ സെല്ലിന്റെ എൻവലപ്പ് അല്ലെങ്കിൽ ഒരു പ്രോകാരിയോട്ടിക് സെല്ലിന്റെ കവറിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ 3 കവറിംഗ് ഉണ്ട്. സെൽ മെംബ്രെയിൻ, സെൽ വോൾ, ഗ്ലൈക്കോകാലിക്സ്. ഗ്ലൈക്കോകാലിക്സ് ഇസ് ദി ഔട്ടർ മോസ്റ്റ് ലെയർ. ഏറ്റവും പുറമേ കാണുന്നതാണ് ഗ്ലൈക്കോകാലിക്സ്. ഇതിന്റെ പ്രത്യേകത, ഇത് 2 ടൈപ്പ് ഉണ്ട്. ചിലതില് ഇത് വഴുവഴുപ്പുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിലേജിനസ്, ഇങ്ങനെ വഴുവഴുപ്പുള്ളതായിരിക്കും. അപ്പോൾ അതിനെ സ്ലൈം ലെയർ എന്ന് പറയും. ഇനി ഗ്ലൈക്കോകാലിക്സ് ഹാർഡ് ആണെങ്കിൽ, ഹാർഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് പറയും. അപ്പൊ അങ്ങനെ 2 ടൈപ്പിലാണ് ഗ്ലൈക്കോകാലിക്സ് കാണുന്നത്. എല്ലാ ബാക്ടീരിയയിലും അല്ലെങ്കിൽ എല്ലാത്തിലും സ്ലൈം ലെയർ ഉണ്ടായിരിക്കില്ല. ചില സൈനോ ബാക്ടീരിയയിലൊക്കെ സ്ലൈം ലെയർ ഉണ്ട്, ചിലതിലൊക്കെ ക്യാപ്സ്യൂൾ ആയിരിക്കും കാണുന്നത്. എന്ന് പറഞ്ഞാൽ തിക്കായിട്ട് ഹാർഡ് ആയിട്ടുള്ള ഒരു ഔട്ടർ കവറിംഗ് ആയിരിക്കും അതിനുള്ളത്. ഇപ്പൊ ബാക്ടീരിയ അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക്കിന്റെ ഔട്ടർ എൻവലപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് അതില് 3 ലെയറുകൾ വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്ടീരിയ ഈസ് പ്രോകാരിയോട്ടിക്. ഒരു വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് അതിനില്ല. പിന്നെ ക്രോമസോം എല്ലാ സെല്ലിലും ഉള്ളതുപോലെ ഇതിനുമുണ്ട്. there is a single chromosome in the center. സൈറ്റോപ്ലാസത്തിന്റെ സെന്ററിലായിട്ട് ഒരു ക്രോമസോം ഇങ്ങനെ കിടക്കുന്നു. ഒരു ക്രോമസോമേ ഉള്ളു. അത് വളരെ വലുതായതുകൊണ്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. ക്രോമസോമിലാണ് ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA ഇരിക്കുന്നത്. ഇൻ അഡീഷൻ ടു ദിസ് ലാർജ് DNA, there are certain small rings of DNA in the cytoplasm. സൈറ്റോപ്ലാസത്തിൽ അവിടെ എവിടെയായിട്ട് സ്മോൾ റിങ്സ് ഓഫ് DNA കാണാൻ പറ്റുന്നു. ചെറിയ റിങ്. ഇതിനെ പ്ലാസ്മിഡ് എന്ന് പറയും. പ്ലാസ്മിഡ്. അപ്പൊ എന്താണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്? certain small rings of DNA found in the cytoplasm of bacterial cell. These are known as plasmids. അതിനെയാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. DNAയുടെ ചെറിയ ചെറിയ റിങ്, ചെറിയ റിങ്ങിനാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഈ പ്ലാസ്മിഡിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദേ ആർ യൂസ്ഡ് ഇൻ ബയോടെക്നോളജിക്കൽ വർക്ക്സ്. ബയോടെക്നോളജിയിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് പ്ലാസ്മിഡിന്. ജനറ്റിക് മെറ്റീരിയൽ വേറൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അതിനൊക്കെ ആയിട്ട് പ്ലാസ്മിഡിനെ ഉപയോഗിക്കുന്നു. അത് നമ്മൾ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി ഇതിനകത്ത് ഓർഗനൽസ്, പ്രോകാരിയോട്ടിക് സെല്ലിനകത്ത് നേരത്തെ പറഞ്ഞു ഓൾ ഓർഗനൽസ് ആർ ആബ്സെന്റ് എക്സെപ്റ്റ് റൈബോസോംസ്. റൈബോസോം ഒഴിച്ച് ബാക്കി എല്ലാ ഓർഗനൽസും ആബ്സെന്റ് ആണ്. റൈബോസോം മാത്രം പ്രസന്റ് ആയിരിക്കും. ബാക്കി എല്ലാ ഓർഗനൽസും
ബാക്ടീരിയയിൽ ആബ്സെന്റ്. ഈ ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിൻ, ഈ സെൽ മെംബ്രെയിനിൽ ചില ഇൻഫോൾഡിങ്സ്, സെൽ മെംബ്രെയിൻ ഹാസ് സർട്ടൻ ഇൻഫോൾഡിങ്സ് നോൺ ആസ് മീസോസോംസ്. ഇത് ഇടക്ക് അകത്തോട്ട് ഇങ്ങനെ വളഞ്ഞൊക്കെ കാണും, മനസ്സിലായ? കുറെ വളവ്, ഇതിനകത്തേക്ക് കുറെ പ്രൊജക്ഷൻസ് ഒക്കെ ഇങ്ങനെ കാണാം. ഏത്? ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിൻ. ആ സെൽ മെംബ്രെയിൻസിൽ ഇങ്ങനെ ഇൻഫോൾഡിങ്സ്, മടക്കുകൾ ഉണ്ടായിരിക്കുന്നു. അതിനെ മീസോസോംസ് എന്ന് പറയും. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിനിൽ കാണുന്ന ഈ ഇൻഫോൾഡിങ്സിനാണ് മീസോസോംസ് എന്ന് പറയുന്നത്. മീസോസോമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് സെക്രീഷൻ, റെസ്പിറേഷൻ, അതുപോലെ സെൽ വാൾ ഫോർമേഷൻ, സെൽ ഡിവിഷൻ, ഇതിനൊക്കെ സഹായിക്കുന്നതാണ് മീസോസോംസ്. സയനോ ബാക്ടീരിയയിലാണെങ്കിൽ ഇതുപോലെ സർട്ടൻ ഇൻഫോൾഡിങ്സ് ഉണ്ട്. അതിനകത്ത് പിഗ്മെന്റ്സ് അടങ്ങിയിരിക്കും. അതിനെ ക്രോമാറ്റോഫോർ എന്ന് പറയും. അപ്പൊ സയനോ ബാക്ടീരിയയില് ഇതുപോലെ ഇൻഫോൾഡിങ്സ് വരുന്നതിന് ക്രോമാറ്റോഫോർ. ക്രോമാറ്റോഫോറിന്റെ പ്രത്യേകത അതിനകത്ത് പിഗ്മെന്റ് സ്റ്റോർ ചെയ്തിരിക്കും. ബാക്ടീരിയൽ സെൽസ് മേ ബി മൊട്ടൈൽ ഓർ നോൺ മൊട്ടൈൽ. ചില ബാക്ടീരിയകൾക്ക് മൂവ് ചെയ്യാൻ കഴിയും, ചിലതിന് മൂവ് ചെയ്യാൻ കഴിയില്ല. ഇഫ് ഇറ്റ് ഈസ് മൊട്ടൈൽ ദേ ഹാവ് ഫ്ലജല്ല. അതിനെ ചലിക്കാൻ സഹായിക്കുന്ന അവയവമാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. ബാക്ടീരിയയില് ഇങ്ങനെ ഒരു ലോങ് ആയിട്ടുള്ള ഫ്ലജല്ല ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ലോക്കോമോട്ടറി ഓർഗൻ അല്ലെങ്കിൽ അതിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന അവയവമാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. അപ്പൊ അത് ബാക്ടീരിയയിൽ ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും, ചിലപ്പോൾ രണ്ടെണ്ണമായിരിക്കും, ചിലപ്പോൾ നിറച്ച് അതിന്റെ ബോഡി മുഴുവനും കാണും, ചിലപ്പോൾ രണ്ട് എൻഡിലായിട്ട് കാണും. ഇങ്ങനെ ഫ്ലജല്ലയുടെ എണ്ണം, അതിന്റെ പൊസിഷൻ ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഫ്ലജല്ലയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. അതിന്റെ ലോങ് ആയിട്ട് പ്രൊജക്ട് ചെയ്ത് പുറത്തേക്ക് കാണുന്ന ഭാഗത്തിന് ഫിലമെന്റ് എന്ന് പറയും. അതിന്റെ ബേസ് വരുമ്പോൾ അല്പം ഒന്ന് ബൾജ് ചെയ്ത് വരും, അതിനെയാണ് ഹുക്ക് എന്ന് പറയും. ആ സെൽ മെംബ്രെയിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തിന് ബേസൽ ബോഡി എന്ന് പറയും. ബേസൽ ബോഡി ഈസ് അറ്റാച്ച്ഡ് ടു ദ സെൽ മെംബ്രെയിൻ. ആ സെൽ മെംബ്രെയിനിൽ അറ്റാച്ച് ചെയ്താണ് ബേസൽ ബോഡി ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലജല്ലയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്: ബേസൽ ബോഡി, ഹുക്ക്, filament. In addition to flagella, there are certain other structures present on the bacteria. ബാക്ടീരിയയുടെ പുറത്ത് ഫ്ലജല്ല കൂടാതെ വേറെയും ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. They are known as pili and fimbriae. പിലി എന്ന് പറയുന്നത് കുറച്ച് ലോങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ബാക്ടീരിയയുടെ പുറത്ത് ഇങ്ങനെ കുറച്ച് ലോങ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. ഇതിനെയാണ് പിലി എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ചില സ്മോൾ ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ്. ബ്രിസിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നാര് പോലത്തെ, അതാണ് ബ്രിസിൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ നാരുകൾ ഉണ്ടായിരിക്കും അതിന് പുറത്ത്. അത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി. അപ്പൊ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറവായിരിക്കും. ആ ബ്രിസിൽ എന്ന് പറയുന്നത് എണ്ണത്തില് കൂടുതലുണ്ടായിരിക്കും. ചെറിയ 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 കുറേ നാര് പോലെ ഇതിന്റെ പുറത്തേക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇങ്ങനെ ഒരുപാടെണ്ണം വരുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിംബ്രിയേ എന്ന് പറയും. അപ്പൊ ഈ ചെറിയ നാരുകൾക്ക് ഫിംബ്രിയേ. ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്ന അതുപോലെയുള്ള കുറച്ചുകൂടി വലുതായിട്ടുള്ളതിനെയാണ് പിലി എന്ന് പറയുന്നത്. ഫ്ലജല്ല എന്ന് പറഞ്ഞാല് കുറെ കൂടി നീട്ടമുള്ളതാണ്. ഫ്ലജല്ല ലോക്കോമോട്ടറി ഓർഗൻ ആണ്, മൂവ്മെന്റിനെ സഹായിക്കുന്നു. അത് മാത്രമല്ല ദേ ആർ സെൻസറി ഓർഗൻ. അതിന് pH ഡിഫറൻസ്, ടെമ്പറേച്ചർ ഒക്കെ അറിയാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. ഇനി പിലി ആൻഡ് ഫിംബ്രിയേ ദേ ആർ യൂസ്ഡ് ടു അറ്റാച്ച് ദ ബാക്ടീരിയ ടു ദി ഹോസ്റ്റ്. എവിടെയെങ്കിലും ഹോസ്റ്റിൽ, റോക്കിലോ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യാനായിട്ട്, സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നതാണ് പിലി ആൻഡ് ഫിംബ്രിയേ. ഇതിനകത്ത് ആകെ ഉള്ള ഒരേ ഒരു ഓർഗനൽ എന്ന് പറയുന്നത് റൈബോസോം ആണ്. ആ റൈബോസോം ഒരു യൂക്കാരിയോട്ടിക് സെല്ലിലെ റൈബോസോമുമായിട്ട് ഇതിന് വ്യത്യാസമുണ്ട്. ഇത് അതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ ഒരു റൈബോസോം ആയിരിക്കും. റൈബോസോമിന് 2 സബ് യൂണിറ്റ് ഉണ്ട്. ഇതിനകത്ത് 50-30 സബ് യൂണിറ്റ്, 2 സബ് യൂണിറ്റുകൾ ചേർന്ന് 50-30 സബ് യൂണിറ്റ്, രണ്ടും കൂടി കൂട്ടുമ്പോൾ 70. 50-30 കൂട്ടുമ്പോൾ 80 ആണ്. പക്ഷേ രണ്ടും കൂടി വരുന്നത്
ഒരു 70 സബ് യൂണിറ്റ്. ഇങ്ങനെയാണ് ഒരു റൈബോസോം ഇരിക്കുന്നത്. അതിനകത്ത് 2 യൂണിറ്റുകളുണ്ട്. ഒന്ന് ചെറുത്, ഒന്ന് വലുത്. ഇത് 30, ഇത് 50. ഇത് രണ്ടും കൂടി ചേർത്ത് പറയുമ്പോൾ നമ്മുടെ 70 സ്വെഡ്ബർഗ് യൂണിറ്റ് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു റൈബോസോമാണ് ഇതിനകത്തുള്ളത്. ഇനി റൈബോസോംസ് ചിലപ്പോൾ ഇതെല്ലാം കൂടി ഒരു mRNA അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ഒരു ലോങ് ചെയിൻ ആയിട്ട് കാണും. അങ്ങനെ കാണുമ്പോൾ ഇതിനെ പോളിസോം എന്ന് പറയും. ഒത്തിരി എണ്ണം അറ്റാച്ച് ചെയ്തിങ്ങനെ നീളത്തിൽ കാണുമ്പോൾ പോളിസോംസ് എന്ന് പറയും. റൈബോസോമിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോകാരിയോട്ടിക് സെല്ലിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് യൂകാരിയോട്ടിക് സെല്ലുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് നല്ലപോലെ മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.